നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കലിൽ. ആദ്യമായി എല്ലാവർക്കും ഒരു ശുഭദിനം. ബുധനാഴ്ച ദിവസമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആഗോള മാർക്കറ്റ് എല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റും കാണിക്കാതെ കൺസോൾട്ടേഷൻ റേഞ്ചിലൂടെ പോകുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമാണ് നമ്മളുടെ വിക്സ് ഒരു 15 മുകളിൽ നിലനിൽക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. 3.4 എന്ന നിലയിലേക്ക് ഇൻഫ്ലേഷൻ ഫർദറായിട്ട് കൂടാതെ നിന്നു എന്നുള്ള ന്യൂസ് ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്. ഓയിൽ പ്രൈസ് കൂടുന്നുണ്ട്. സപ്ലൈ ടൈറ്റ് ആകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളും ഒപെക് രാജ്യങ്ങളും പ്രൊഡക്ഷൻ കുറച്ച് ഇതിൻ്റെ ഡിമാൻഡ് കൂട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. GDP ഡേറ്റ US നിന്ന് ഇന്ന് വരുന്നുണ്ട്. ഇതാണ് പൊതുവെയുള്ള ന്യൂസ്. നമുക്കിനി നമ്മുടെ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ ന്യൂസുകൾ പരിശോധിക്കാം. വോഡഫോൺ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. ഇവർ 20,000 കോടി രൂപ ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. ബോണ്ടുകളെല്ലാം തന്നെ ഇഷ്യൂ ചെയ്തിട്ട്. കൂടാതെ തന്നെ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഈ ഒരു ഫണ്ട് റൈസിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രൊമോട്ടേഴ്സും ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ടോട്ടലി 45,000 കോടി രൂപയുടെ ഫണ്ടാണ് വോഡഫോൺ ഐഡിയ അവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ബോണ്ടുകളും മറ്റും ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ സമാഹരിക്കുന്നത്. ഇന്ന് സ്റ്റോക്കൊന്ന് ഫോക്കസ് ചെയ്യാം. CMS ഇൻഫോ സിസ്റ്റം കമ്പനി പ്രൊമോട്ടേഴ്സ് 26% അവരുടെ നിക്ഷേപം കമ്പനിയിൽ നിന്ന് വിറ്റ് മാറുകയാണെന്നുള്ള ന്യൂസ് സ്റ്റോക്ക് ശ്രദ്ധിക്കുക. ടെക്സ്മാക്കോ റെയിൽ കമ്പനി ഇവർ 150 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സെൽസാർ ടെക്നോ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 200 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ടോറൻറ്റ് പവർ കമ്പനി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് പുതിയൊരു പ്ലാന്റിൻ്റെ ഓർഡർ ലഭിച്ചു. ഓൾ കാർഗോ ലോജിസ്റ്റിക് കമ്പനി ഇവരുടെ കാർഗോ വോളിയം കഴിഞ്ഞ മാസങ്ങളിൽ 3% ഇടിവ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടാൻല പ്ലാറ്റ്ഫോം കമ്പനി ട്രൂ കോളർ എന്ന് പറയുന്ന നമ്മൾ മൊബൈലിലൊക്കെ കോൾ ചെയ്യുമ്പോൾ കോളർ ID ഡിസ്പ്ലേ ചെയ്യുന്ന കമ്പനിയായിട്ട് നിലവിൽ ഇവർക്ക് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ആ പാർട്ണർഷിപ്പ് ടാൻല പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. SCVN കമ്പനി ഗുജറാത്തിൽ 100 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ അവരുടെ പവർ പ്രോജക്റ്റ് അവർ ഉദ്ഘാടനം നടത്തി. TVS മോട്ടോഴ്സ് കമ്പനി മാർച്ച് 11 അവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അതിൽ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിക്കുന്നുണ്ട്. ടൈറ്റാൻ കമ്പനി കാറ്റ്ലൈൻ എന്ന് പറയുന്ന ടൈറ്റാൻ്റെ തന്നെ സമാന ബിസിനസ് ചെയ്യുന്ന ജ്വല്ലറി വാച്ച് സെഗ്മെൻറ്റിലുള്ള കാറ്റ്ലൈനിൽ ഏകദേശം 60 കോടി രൂപ മുടക്കി അവർ ടൈറ്റാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 28 കോടി രൂപ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. 3% വർധനവ് രേഖപ്പെടുത്തി. ജുനിപ്പർ ഹോട്ടൽ കമ്പനി ജുനിപ്പർ ഹോട്ടൽ എന്ന് പറയുന്ന ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടൽ ശൃംഖലയുടെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ ഈ കമ്പനി ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടും. 360 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. റിലയൻസ് മൊലോക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് റിലയൻസിൻ്റെ ജിയോ സിനിമ വിങ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ONGCയുടെ സബ്സിഡറി ഗ്രീൻ എനർജി സബ്സിഡറി ഇവർ ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് രാജ്യത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി നമ്മളുടെ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം നടത്തുമെന്നുള്ള ന്യൂസാണ് ഉള്ളത്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FIS ക്യാഷ് മാർക്കറ്റിൽ 1,509 കോടി രൂപയുടെ നെറ്റ് സെല്ലാണ് നടത്തിയിട്ടുള്ളത്. DIS 2,861 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ 46% ലോങ് പോയിട്ടുണ്ട്. 54% ഷോർട്ട് ആണുള്ളത്. ഷോർട്ട് പൊസിഷൻ ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. US വിക്സ് 3% ഇടിഞ്ഞ് 11. നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോ റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് കാണാം 15.72. MOX റഷ്യൻ മാർക്കറ്റ് റെഡിലടച്ചു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റാണ്. അതിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് നല്ലൊരു കുതിപ്പ് നടത്തി. എന്നാൽ UK മാർക്കറ്റ് റെഡിലടച്ചു. പിന്നീട് മുകളിലേക്കുള്ളത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റാണ്. പൊതുവെ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്, എന്നാൽ ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,031 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് കാണാം ബ്രന്റ് ഓയിൽ $83.13 പെർ ബാരൽ എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ
വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇൻഫോസിസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, ICICI ബാങ്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, റിലയൻസ് 0.5% ഒടിഞ്ഞു, ഡോക്ടർ റെഡ്ഡി 0.5% ഒടിഞ്ഞു, HDFC ഫ്ലാറ്റായി ക്ലോസ് നടത്തി. US ടെക്നോളജി കമ്പനീസിൽ നെറ്റ്ഫ്ലിക്സ് 2% റാലി രേഖപ്പെടുത്തി, ഫേസ്ബുക്ക് റാലി രേഖപ്പെടുത്തി, മറ്റുള്ള കമ്പനീസ് എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. നിഫ്റ്റിയുടെ കാര്യം എടുക്കാം. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസ് കാണാം. ട്യൂസ്ഡേ ക്ലോസ് അതിൽ നിന്ന് 22,200, അതിൽ നിന്ന് പോയിന്റുകളൊന്നും തന്നെ ചോർന്നു പോകാതെ 22,232 ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും ചോർന്നു പോയിട്ടില്ല. എന്നാൽ വലിയൊരു ഗ്യാപ്പ് അപ്പും എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യവും നമുക്കില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് നമ്മളുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. നിഫ്റ്റി സ്പോട്ടുള്ളത് 22,000 സപ്പോർട്ട് 22,200 സ്പോട്ടുള്ളത്. ഫസ്റ്റ് സപ്പോർട്ട് 22,100, സെക്കൻഡ് സപ്പോർട്ട് 22,000. മേജർ റെസിസ്റ്റൻസ് സോൺ 22,300, 22,500, 22,400, 600, 700 റേഞ്ചുകളിലെല്ലാം തന്നെ യൂണിഫോമായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും നിഫ്റ്റിയിൽ ഉണ്ട്. PCR 0.7. ബാങ്ക് നിഫ്റ്റിയുടെ ഇതുപോലെയല്ല. കാരണം 44,600 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. 46,500, 46,000 സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ 47,000 മേജർ റെസിസ്റ്റൻസ് സോണാണ്. PCR 0.7 ഉള്ളത് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ പ്രത്യേകിച്ചൊരു വലിയ മൂവ്മെൻറ്റ് ഒരു ഭാഗത്തേക്ക് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഒരു പ്രത്യേക ഡയറക്ഷനൊന്നും കാണിക്കുന്നില്ല. PCR 0.7 എന്ന് പറയുമ്പോൾ അത് സ്ലൈറ്റ്ലി വേരിയേഷൻ തന്നെയാണെങ്കിൽ കൂടിയും സപ്പോർട്ട് സോൺ വളരെയധികം സ്ട്രോങ് ആണ്. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും വളരെ അഡ്ജസൻ്റായിട്ട് സപ്പോർട്ട് സോൺ ഉണ്ട്. പിന്നെ ബാങ്ക് നിഫ്റ്റി ഇടിയാനും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇത്ര വലിയ രീതിയിൽ പെർഫോമൻസ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം HDFC ബാങ്ക് ഒരു ദിവസം മാത്രം ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി വീണ്ടും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ HDFC ബാങ്കിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ്, പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റും ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ ഈ രണ്ട് ഭാഗത്തേക്കും വലിയ രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ HDFC ബാങ്ക് ആണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇനി വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു ട്രിഗർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ പരിശോധിച്ച പോലെ തന്നെ HDFC ബാങ്കിനും അതിൻ്റേതായിട്ടുള്ളൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ HDFC ബാങ്കിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റും അതുവഴി നിഫ്റ്റിയുടെയും നമുക്ക് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. കൂടാതെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇന്നത്തെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും IPO ഡീറ്റെയിൽസും അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.